അല്ല, ഇതിപ്പോ വളരെ വ്യക്തമാണ്. സ്ഥലം സന്ദർശിക്കുന്ന ആർക്കും തന്നെ ഇവിടുത്തെ ഭീതിജനകമായ അറ്റ്മോസ്ഫിയർ കാണാവുന്നതാണ്. റോഡ് ഒന്നായിട്ട് അങ്ങ് ഇരുന്നിരിക്കുകയാണ്. ഒരു സൈഡ് റോഡല്ല, മുഴുവൻ റോഡും ഇരുന്നിരിക്കുകയാണ്. അപ്പോൾ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഈ നിർമ്മാണം അശാസ്ത്രീയമാണ്. ഇവിടെ പാലം തന്നെ വേണം എന്ന് തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇന്നിപ്പോൾ കലക്ട്രേറ്റിൽ കൂടിയ യോഗത്തിൽ ഇതിൻ്റെ സാങ്കേതിക ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ കലക്ടറും ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുപോലുള്ള ഏരിയയിൽ, ഇവിടെ മാത്രമല്ല വേറെ സ്ഥലങ്ങളുണ്ട്, ഇതുപോലുള്ള ഏരിയയിൽ ഈ നിർമ്മാണം നിൽക്കൂല. അതുകൊണ്ട് പാലം തന്നെ വേണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നാളെ അവരുടെ ടീം വരുന്നുണ്ട്. അത് പരിശോധന കഴിഞ്ഞതിന് ശേഷം വീണ്ടും കലക്ട്രേറ്റിൽ യോഗം വിളിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. MLA-മാരുടെ ഒക്കെ. പിന്നെ ഗവൺമെന്റുമായിട്ടും ഈ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഈ 3 വാഹനങ്ങൾ ഈ അപകടത്തിൽപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം പരിക്ക് പറ്റിയ ആളുകൾ കഷ്ടിച്ച് രക്ഷപ്പെട്ട അല്ല, അതെ, കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. ഇനി ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതി വരും. ഗൗരവമുള്ള വിഷയമാണ്. ഇത് ഉത്തരവാദിത്തം അധികൃതർക്കായിരിക്കും എന്ന് ഞങ്ങൾ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതങ്ങനെ പിന്നെ അവഗണിച്ചു പോകാൻ പറ്റുന്ന പ്രശ്നമല്ല. ഇനി UDF കൺവീനർ ഉണ്ട്, അദ്ദേഹം സംസാരിക്കും. മഴ മാത്രമാണ് കാരണമെന്ന് അല്ല, ഇത് യോഗത്തിൽ പറഞ്ഞത് മഴയാണ് മറ്റു കാരണം അവർ പറഞ്ഞു. അതൊന്നും അല്ല. ഇത് വളരെ അശാസ്ത്രീയമായൊരു നിർമ്മാണമാണ്. ഇതിനെപ്പറ്റി ഗൗരവമുള്ള പരിശോധന വേണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. UDF എങ്ങനെയാണ്